നമസ്കാരം. കോൺഗ്രസ് എം പി ശശി തരൂരിനെ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്ത് പത്മജ വേണുഗോപാൽ. താൻ മുൻപ് പറഞ്ഞത് തെറ്റല്ല എന്ന് ഇപ്പോൾ തരൂർ പറയുന്നത് കേട്ടപ്പോൾ ബോധ്യമായില്ലേ എന്നും പത്മജ പറഞ്ഞു. തരൂരിനെ ബി.ജെ.പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, പക്ഷേ അദ്ദേഹമാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്നും പത്മജ പറഞ്ഞു. കെ.പി.സി.സിയുടെ പല യോഗങ്ങളിലും താൻ പോകുന്ന വേളയിൽ ശശി തരൂരിനെ കാണാറില്ല, വിളിച്ചിട്ടില്ലെന്നാണ് മറുപടി ലഭിക്കാറ്. വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് തരൂർ. എന്നിട്ടും ഒരു പരിപാടിക്കും തരൂരിനെ പങ്കെടുപ്പിക്കില്ല. കോൺഗ്രസുകാർ അയിത്തം പോലെ അദ്ദേഹത്തെ അകറ്റി നിർത്തുന്ന രീതിയാണുള്ളതെന്നും പത്മജ പറഞ്ഞു. ഏത് പാർട്ടി വേണമെന്ന് തീരുമാനിക്കേണ്ടത് ശശി തരൂരാണ്, നമ്മൾ പോയി വിളിക്കേണ്ട ആളല്ല. ഇനിയും കോൺഗ്രസിൽ തരൂർ തുടരുന്നതിൽ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അത്രമാത്രം അദ്ദേഹത്തെ അപമാനിച്ചിട്ടുണ്ട്. ഈ ഛർദിച്ചതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് വിഴുങ്ങാൻ പറ്റില്ലല്ലോ എന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ശശി തരൂർ നല്ലോണം പറഞ്ഞു, ഇവരും തിരിച്ചു പറഞ്ഞു. ശേഷം മുകളിൽ നിന്ന് കണ്ണുരുട്ടിയപ്പോൾ എല്ലാവരും വാലും ചുരുട്ടി പിന്നോട്ട് പോയി. ഇതാണ് എനിക്ക് തോന്നിയത്. ഇതെല്ലാം സ്ഥിരമായ കാര്യമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിമാർ എത്ര പേരാണ്? അവരെയും മുഖ്യമന്ത്രിയാക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റുള്ളവർ പാലം വലിക്കുമെന്നും പത്മജ പരിഹസിച്ചു. എല്ലാ കോൺഗ്രസ് നേതാക്കളും ഡൽഹിയിൽ പോയി കണ്ടു, അല്ലാതെ ഒന്നും നടക്കില്ല. പുനഃസംഘടന എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് 4 കൊല്ലമായി. ഇന്നേ വരെ ഒരു DCC സെക്രട്ടറി പോലും മാറ്റിയിട്ടില്ല. കോൺഗ്രസിന് ശക്തി ഉണ്ടായിരുന്ന തൃശൂർ പോലുള്ള സ്ഥലത്ത് ഒരു DCC അധ്യക്ഷനെ വെക്കാൻ പറ്റുന്നില്ലത്രേ. ആളിൽ എന്ന് പറയുന്നതാണ് ഗതികേടാണ് കോൺഗ്രസിനെന്നും പത്മജ വേണുഗോപാൽ ചോദിച്ചു. ബി.ജെ.പിയിലേക്ക് ക്ഷണിച്ച പത്മജിയുടെ വാക്കുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ശശി തരൂർ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല, എല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞ പോഡ്കാസ്റ്റ് ശ്രദ്ധയോടെ കേൾക്കൂ എന്നും തരൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ്, ശശി തരൂർ വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നാളെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റുമെന്ന പ്രചാരണം ശരിയല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കെ സുധാകരൻ മാറേണ്ട സാഹചര്യമില്ലെന്ന് മുരളീധരൻ ഉൾപ്പെടെയുള്ളവരും പ്രതികരിച്ചിട്ടുണ്ട്.